SFI നേതാവ് IC ഘോഷിനെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞ ദിവസം AKG ഭവനിലെ ഡൽഹി പോലീസ് എത്തി. അത് നമുക്കറിയാം, പാറ്റ സമരത്തെ തുടർന്ന് അതിൻ്റെ മുൻപന്തിയിൽ നിന്ന IC ഘോഷ് അവരെ അറസ്റ്റ് ചെയ്യാനാണ് AKG ഭവനിലെ 3 പോലീസുകാരെത്തിയത്. ഒരു വനിതാ പോലീസുകാരി, എനിക്ക് തോന്നുന്ന SHO ആണ്. അവർ മഫ്റ്റിയിലായിരുന്നു, അവർക്ക് യൂണിഫോമില്ല. കൂടെ ഒരു യൂണിഫോം ധരിച്ച ഒരു സ്ത്രീയും ഒരു ലേഡി പോലീസും ഒരു റിസർവ് ഇൻസ്പെക്ടർമാരും ഉണ്ട്. പക്ഷേ വന്ന സ്ത്രീ SHO ആയിരിക്കാം സാധ്യതയുണ്ട്. അവർ AKG ഭവനിൽ വന്നപ്പം അവിടെ IC ഘോഷ് ഉണ്ട് എന്ന് കരുതി അതിൻ്റെ ഉള്ളിൽ പ്രവേശിച്ചു. അവരെ തടഞ്ഞു. MP ആയ ജോൺ ബ്രിട്ടാസ് അവരെ ചോദ്യം ചെയ്തു. നിങ്ങൾ ആരാണ്? നിങ്ങൾക്ക് എന്താ യൂണിഫോം ഇല്ലാത്തത്? അവർ പറഞ്ഞു, ഞാൻ കോടതിയിൽ നിന്ന് വരുന്ന വഴി, ഏത് വഴിയിൽ നിന്ന് വന്നോട്ടെ, നിങ്ങളൊരാളെ അറസ്റ്റ് ചെയ്യാൻ വരുമ്പോൾ യൂണിഫോം വേണം, നിങ്ങളുടെ ഐഡൻറ്റിറ്റി കാർഡ് വേണം, അല്ലെങ്കിൽ നിങ്ങളുടെ ചെസ്റ്റിൽ നിങ്ങളുടെ പേരെഴുതിയിരിക്കണം, നിങ്ങൾ ആരാണെന്ന് അറിയണം. നിങ്ങളേതായാലും യൂണിഫോം ധരിച്ചുകൊണ്ട് വാ ആദ്യമായിട്ട്, എന്നിട്ട് ബാക്കി സംസാരിക്കാം. ഏതായാലും അവരവിടുന്ന് പോയി. അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. അവിടെ AKG ഭവനിൽ IC ഘോഷ് ഉണ്ടോ ഇല്ലയോ നമുക്കറിയില്ല. ഏതായാലും സമയോചിതമായി ജോൺ ബ്രിട്ടാസ് ഇടപെട്ടു. അദ്ദേഹം പറഞ്ഞു, 2021 കേസിലാണ് അവരവിടെ വന്നത്. ഇപ്പോൾ അതിലെന്താണ് പ്രസക്തി? അതിന് അറസ്റ്റ് വാറണ്ട് അവരുടെ കയ്യിലുണ്ട് എന്നാണ് പറഞ്ഞത്. ഏതായാലും അടുത്ത ദിവസത്തിന് പോസ്റ്റ് ചെയ്തു. IC ഘോഷ് കോടതി പോയി. സമ്മൻസ് നേരത്തെ കൈപ്പറ്റിയിട്ടും സമ്മൻസ് കോടതിയിൽ ഹാജരാകാത്തതിന് ഒരു 1000 രൂപ പിഴയിട്ടു കോടതി. അവർ പിഴ ഒടുക്കി. അറസ്റ്റ് വാറണ്ട് അവർ ജാമ്യമെടുത്തു. അറസ്റ്റ് വാറണ്ട് പിൻവലിച്ചു. എന്തായാലും പാറ്റ കുട്ടികളുടെ സമരത്തോടനുബന്ധിച്ച് അതിൻ്റെ മുമ്പിൽ നിന്ന ഇവർക്കെതിരായി നേരത്തെയുള്ള 2021 കാലഘട്ടത്തിലെ ബംഗ്ലാ ഭവനിലെ സമരത്തിൽ ഇവരുണ്ടായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് കേസെടുത്തിട്ടുണ്ട്. ഇവർക്കെതിരായിട്ട് കുറേ കേസുകൾ, പൊളിറ്റിക്കലായിട്ടുള്ള കേസുകൾ ഡൽഹിയിൽ എടുത്തിട്ടുണ്ട്. അതിൽ ഒരു വാറണ്ട് ഉപയോഗിച്ചാണ് സമരത്തിനോട് പകരം തീർക്കാൻ, അല്ലെങ്കിൽ പാറ്റ സമരക്കാർക്കെതിരായി നടപടിയൊന്നും എടുക്കാൻ കഴിയാതിരിക്കുന്ന ഡൽഹി പോലീസിന് ഇതുപോലെയുള്ള അതിന് നേതൃത്വം കൊടുത്ത ഒരാളെ അറസ്റ്റ് ചെയ്ത് നിൽക്കാൻ പഴയ ഒരു വാറണ്ടുമായിട്ട് വന്നത്. ഇതുപോലെയുള്ള പോലീസിൻ്റെ വില കുറഞ്ഞ ബാലിശമായ നടപടികളിൽ നിന്ന് ഡൽഹി പോലീസ് പിന്മാറുന്നതാണ് നല്ലത്. കാരണം അത് കാലങ്ങൾ മാറി, കുട്ടികൾ മാറി, ഇപ്പോഴത്തെ തലമുറ നിങ്ങൾ ചിന്തിക്കുന്ന പോലെയല്ല. നമ്മൾ കണ്ടല്ലോ അവരുടെ ശക്തി എന്താണെന്ന്. അവിടെ ഗാന്ധിയൻ മാർഗത്തിലുള്ള ഒരു സമരമല്ലേ നടത്തിയത്. അങ്ങനെ ഗാന്ധിയൻ മാർഗത്തിൽ സമരം നടത്തിയ കുട്ടികളുടെ ദേഹത്തേക്കല്ലേ പെല്ലറ്റ് കൊണ്ട് വെടിവെച്ചത്. AK-47 കൊണ്ട് ഒരു വെടിയും വെച്ചിട്ടുണ്ട്. പല കുട്ടികൾക്കും അവരുടെ ദേഹത്ത് പെല്ലറ്റ് തറച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള സന്ദർഭത്തിൽ അത് പ്രിസിപ്പിറ്റേറ്റ് ചെയ്യാതിരിക്കാൻ, കാരണം കുട്ടികളുമായിട്ട് ഒരു സമരസത്തിൽ പിരിഞ്ഞതാണ്. അവിടെ ഗവൺമെൻറ് പ്രതിനിധിയായി JP നദ്ദയും മറ്റൊരു മന്ത്രിയും കൂടി വന്ന് ഇവരുമായിട്ട് സംസാരിച്ച് 2-3 ദിവസം സംസാരിച്ചിട്ടാണ് ആ സമരം ഒത്തീർപ്പാക്കി കുട്ടികൾ പിരിഞ്ഞത്. കുട്ടികളുടെ പേരിലുള്ള കേസുകളെല്ലാം പിൻവലിക്കും. അതുപോലെ തന്നെ മൈനറായ കുട്ടികളുടെ പേരിലെടുത്തിരിക്കുന്ന കേസുകളെ അതിലവരെ ഒഴിവാക്കും. ഇതൊക്കെ ആ ഒത്തീർപ്പ് വ്യവസ്ഥയിലുള്ള കാര്യങ്ങളായിരുന്നു. അതോടൊപ്പം തന്നെ ഇനി ഭാവിയിൽ അവർക്കെതിരായിട്ടൊരു കേസ് എടുക്കില്ല എന്നും പറഞ്ഞു. അങ്ങനെ ചില വ്യവസ്ഥകളോടെ ആണ് ആ സമരം അവർ പിൻവലിച്ചത്. പക്ഷേ ഇപ്പോഴേ ഈ വാറണ്ടുമായിട്ട് AKG ഭവനിൽ വന്നത് അവരെ വാക്കുവ്യത്യാസം കാണിച്ചു. സമരം ഒത്തീർപ്പാക്കിയതിന് ആ വ്യവസ്ഥയ്ക്ക് വിരുദ്ധമായിട്ടാണ് പോലീസ് പ്രവർത്തിക്കാൻ തുടങ്ങുന്നത്. പഴയ കേസുകളെല്ലാം പൊക്കിക്കൊണ്ടുവന്ന് അവരെ റിമാൻഡ് ചെയ്യാനുള്ള ശ്രമം തന്നെയാണ് പോലീസിൻ്റെ ഭാഗത്ത്. അതൊരു നല്ല നീക്കമായിട്ട് കരുതുന്നില്ല. ഇപ്പോൾ തന്നെ പെല്ലറ്റ് ഇഞ്ചുറിയുടെ സമാധാനം പറയാൻ പറ്റാതെ അമിത് ഷാ പാർലമെൻറ്റിൽ വന്നില്ല. അങ്ങനെ അന്തരീക്ഷം അല്പം കലുഷിതമാണ്. ഈ സന്ദർഭത്തിൽ ഇതുപോലെയുള്ള മോശമായ പ്രവർത്തികൾ ചെയ്യാൻ ശ്രമിച്ചാൽ തിരിച്ചടി ഉണ്ടാവും. അതുകൊണ്ട് കുട്ടികൾ വീണ്ടും സമരത്തിലേക്ക് വരുന്നു
എന്നാണ് ഇപ്പം പറയുന്നത്. ഏതായാലും പഴയ കേസുകളൊക്കെ അവിടെ നിൽക്കട്ടെ, പുതിയ കേസുകൾ നിങ്ങൾ ആ കുട്ടികളെ ഒഴിവാക്ക്, സമാധാനപരമായ ഒരു അന്തരീക്ഷം ഉണ്ടാകട്ടെ. അതുകൊണ്ട് പ്രസിപ്പിറ്റേറ്റ് ചെയ്യാനൊന്നും തയ്യാറാകാതെ പോകണം BJPക്കാർ. അവിടെയുള്ള ഉദ്യോഗസ്ഥന്മാർ, BJP പോലീസ് ഉദ്യോഗസ്ഥന്മാർ പലരും BJP ഭക്തരാണ്. അതിനകത്ത് അവർ ഈ കാണിച്ചതെല്ലാം നിയമവിരുദ്ധമായ സംഗതികളാണ്. സമാധാനപരമായി ഒരു പ്രകടനം നടത്തിയ കുട്ടികളുടെ നേരെ നിറയൊഴിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. അത് തന്നെ സുപ്രീം കോടതിയും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഭരണഘടന അനുസൃതമായി പ്രതിഷേധിക്കാനും മുദ്രാവാക്യം വിളിക്കാനും സംഘടിക്കാനും ഒക്കെ പൊതുജനങ്ങൾക്കും കുട്ടികൾക്കും എല്ലാവർക്കും അവകാശമുണ്ട്. അതിന് വിരുദ്ധമായ കാര്യങ്ങൾ ഒരു 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 പാർട്ടിയെ അവരെ അധികാരത്തെ നിലനിർത്താൻ വേണ്ടി തന്നെ അവർക്ക് വേണ്ടി ഇതുപോലെയുള്ള പ്രവർത്തികൾ ചെയ്ത് സമരം ചെയ്യുന്നതിനെ ഒതുക്കാൻ ശ്രമിക്കുന്ന പഴയകാല ബ്രിട്ടീഷുകാരുടെ ആ തന്ത്രമൊന്നും ഇനി നടക്കില്ല. ഇന്ത്യയിൽ എല്ലാവരും ജനാധിപത്യവാദികളാണ്. കേരള പോലീസിൽ അവരുടെ ഇതുപോലുള്ള സമരങ്ങൾ ധാരാളം ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും അവർ നേരിടുന്നതാണ്. എങ്ങനെയാണ് കേരള പോലീസ് അത് നേരിടുന്നതെന്ന് ഡൽഹി പോലീസ് വന്ന് കണ്ടുപഠിക്കണം. ഇവിടെ ആരെയും വെടിവെക്കുകയോ പെല്ലറ്റ് ഇഞ്ചുറി ഉണ്ടാവുകയോ ഒന്നും ചെയ്യാറില്ല. അത്യാവശ്യം ചില സ്ഥലത്തൊക്കെ ചില ഓവർ ആക്ട് ഉണ്ടായിട്ടുണ്ടെന്നല്ലാതെ മറ്റുള്ള ജനറലായിട്ട് ഇതെങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്. സെക്രട്ടേറിയറ്റ് നിരന്തരം സമരവും സത്യാഗ്രഹവും നമ്മൾ കാണുന്നതല്ലേ. അപ്പോൾ ഇതുപോലെയുള്ള പെല്ലറ്റ് ഇഞ്ചുറി ഒന്നും അവിടെ നടക്കത്തില്ല. അവിടെ വെള്ളം ചീറ്റുന്ന പരിപാടികളുണ്ടാവും ആൾക്കാരെ ഡിസ്പേഴ്സ് ചെയ്യാൻ. അല്ലാതെ അതിലപ്പുറത്തോട്ട് ഒരു ലാത്തി ചാർജോ ഇപ്പോൾ അടുത്ത കാലത്ത് പോലീസിൻ്റെ നയം മാറണം ഇന്ത്യയിൽ. അതിന് കേരള പോലീസ് ഒരു മാതൃക തന്നെയാണ് എന്ന് ഞാൻ പറയേണ്ടി ഇരിക്കുന്നു. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ കുറേയൂടെ സംയമനത്തോടുകൂടി ഡൽഹി പോലീസ് പ്രവർത്തിക്കുന്നതാണ് നല്ലെങ്കിൽ, അല്ലെങ്കിൽ വീണ്ടും പാറ്റാ സമരം ഉണ്ടാവും. അതിശക്തമായിരിക്കും ഇനി ഉണ്ടായാൽ എന്നാണ് ഞാൻ കരുതുന്നത്.